നമസ്കാരം, എല്ലാവർക്കും സ്കിൽ റൈനോ PSCയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഫയർമാൻ ഫയർ വുമൺ പരീക്ഷയിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസുമാണ് നോക്കുന്നത്. നമുക്കറിയാം, യൂണിഫോം പോസ്റ്റുകളിലെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് ഫയർമാൻ ഫയർ വുമൺ പരീക്ഷ. അത്യാവശ്യം എളുപ്പമുള്ളൊരു പരീക്ഷ കൂടെയാണ്. ഫയർമാൻ എളുപ്പമുള്ളതെന്ന് വെച്ചാൽ സ്പെഷ്യൽ ടോപ്പിക്ക് കുഴപ്പമില്ല, കുറച്ച് തിയറി കാര്യങ്ങളാണ്, ബയോളജി റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് കുറച്ച് നിങ്ങൾക്ക് അറ്റ് എ ഗ്ലാൻസ്, അതായത് പെട്ടെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഒരു എക്സാമിന് പോകാൻ കണക്കിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളിതിനു മുമ്പ് ചെയ്ത എക്സസൈസിൻ്റെ വീഡിയോയൊക്കെ വളരെയധികം സ്വീകാര്യത നേടിയതാണ്. കാരണം ഒരുപാട് കുട്ടികൾക്ക് അത് യൂസായി എന്നുള്ള മറുപടിയും നമുക്ക് കിട്ടി. കാരണം നമ്മൾ ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ ഫുൾ മാർക്കും കവർ ചെയ്തതാണ് എക്സസൈസ് പരീക്ഷ. ഒറ്റ വീഡിയോയിൽ നമുക്ക് ഫുൾ മാർക്കും കിട്ടി. അതുപോലെ തന്നെ നമ്മൾ വരുന്ന ഫോഴ്സിലെ പരീക്ഷകളെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ കണ്ടൻറ്റ് ക്ലാസ്സുകളും ചെയ്യും. മാക്സിമം നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു ഫുൾ ഫോം ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫുൾ ഫോം നമുക്ക് നോക്കാം. എന്താണ് CPRൻ്റെ ഫുൾ ഫോം എന്നാണ് നോക്കുന്നത്. എന്താണ് CPRൻ്റെ പൂർണ്ണരൂപം എന്താണെന്ന് നോക്കാം. CPRൻ്റെ പൂർണ്ണരൂപം നല്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. CPR നമുക്കറിയാമല്ലോ, പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് CPR കൊടുക്കുക എന്നുള്ളത്. എന്താണ് CPRൻ്റെ പൂർണ്ണരൂപം? നമുക്ക് തെറ്റായ ഓപ്ഷൻ വായിക്കുന്നില്ല, ഞാൻ ശരിയായ ഓപ്ഷനിലേക്ക് തന്നെ പോകുന്നതാണ് അല്ലേ. ഇതാണോ കാർഡിയോ പൾമനറി റെസിസിറ്റേഷൻ എന്നാണ്. അപ്പോൾ കാർഡിയോ പൾമനറി റെസിസിറ്റേഷൻ പഠിച്ചോളുക. CPRൻ്റെ പൂർണ്ണരൂപം പഠിച്ചോളുക. ക്ലിയർ ആണ്. വളരെ സ്ലോയിൽ പോയാൽ മതി. പഠിച്ച് എൻ്റെ കൂടെ ഉറക്കെ പറഞ്ഞു വരിക അല്ലേ, നല്ല ഉറക്കെ പറഞ്ഞു വരിക, എങ്കിലേ നമുക്ക് യൂസ് ആവുകയുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അവിടെ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചുവന്നതും വേദന ഉള്ളതും തൊലിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗത്ത് ഏൽക്കുന്നതുമായ പൊള്ളൽ. നമുക്കറിയാം പൊള്ളൽ കുറേ ഉണ്ട് അല്ലേ. പൊള്ളൽ ഏകദേശം 4ഓളം ഡിഗ്രി പൊള്ളലുകളുണ്ട്. അതിനകത്ത് ഈ ചുവന്നതും വേദന ഉള്ളതും അതുപോലെ തന്നെ തൊലിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗത്തും ഏൽക്കുന്നതുമായ പൊള്ളൽ ഏത് ഡിഗ്രി പൊള്ളൽ എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. അത് 1 ഡിഗ്രി പൊള്ളലാണ്. 1 ഡിഗ്രി പൊള്ളൽ. ഞാനിത് ടിക്കിട്ട് പോവാം, നിങ്ങൾ ശ്രദ്ധിക്കുക. 1 ഡിഗ്രി പൊള്ളൽ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഏതാണ്? ഓപ്ഷൻ എ, 1 ഡിഗ്രി പൊള്ളൽ. അപ്പോൾ മറക്കരുത്, പൊള്ളൽ ഡിഗ്രികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. 1, 2, 3, 4 എന്ന്. അതിനകത്ത് ചുവന്നതും വേദന ഉള്ളതും തൊലിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗത്ത് ഏൽക്കുന്നതുമായ പൊള്ളലാണ് 1 ഡിഗ്രി പൊള്ളൽ എന്ന് നിങ്ങൾ അറിയുക. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചെറിയ മുറിവിന് നിങ്ങൾ എങ്ങനെ പ്രഥമ ശുശ്രൂഷ നൽകും? അപ്പോൾ ചെറിയ മുറിവ് വന്നാൽ എന്ത് ചെയ്യും? അത് സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുകയാണോ, അതോ അണുവിമുക്തമായ ബാൻഡേജ് മാത്രം ഉപയോഗിക്കുകയാണോ, പഴുത്തി ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കുകയാണോ, അല്ലേ വെള്ളം ഉപയോഗിച്ച് കഴുകാതെ? ഒന്നുമില്ല, സിമ്പിളായിട്ട് നമുക്കറിയാം. ചെറിയ മുറിവൊക്കെയാണെങ്കിൽ നമുക്കറിയാം എന്താണ്. ഓപ്ഷൻ എ ആണ്. എന്താണ്? സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. ഇതാണ് സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുക എന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ വരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഫെമിലിഞ്ച് നടപടിക്രമങ്ങളുടെ പ്രധാന ഉദ്ദേശം. നമ്മളിത് കണ്ടൻ്റായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്കിത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പറയാം. നമുക്കതിൽ ഫെമിലിഞ്ച് നടപടിക്രമങ്ങളുടെ പ്രധാന ഉദ്ദേശം നമുക്ക് നോക്കാം. എന്താണെന്ന് ചോദിച്ചാൽ ശ്വാസനാളത്തിലുണ്ടായ തടസ്സം നീക്കം ചെയ്യാനാണ്. അപ്പോൾ ഫെമിലിഞ്ച് നടപടിക്രമങ്ങളുടെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ അവിടെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഓപ്ഷനിലേക്കൊന്നും പോകുന്നില്ല, നമ്മളെ ശരി ഉത്തരം നിങ്ങൾ പറയുക. ഫെമിലിഞ്ച് നടപടിക്രമങ്ങളുടെ പ്രധാന ഉദ്ദേശം ശ്വാസനാളത്തിലുണ്ടായ തടസ്സം നീക്കം ചെയ്യലാണ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണെന്നറിയുക. ഓപ്ഷൻ എ ആണ്. ശ്വാസനാളത്തിൽ ഉണ്ടായ തടസ്സം നീക്കം ചെയ്യാനാണ് ഫെമിലിഞ്ച് നടപടിക്രമങ്ങളുടെ പ്രധാന ഉദ്ദേശം എന്ന് മനസ്സിലാക്കുക. ഫെമിലിഞ്ച് നടപടിക്രമങ്ങളുടെ പ്രധാന ഉദ്ദേശം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അനാഫൈലാക്റ്റിക് ഷോക്കിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അനാഫൈലാക്റ്റിക് ഷോക്കിൻ്റെ കാരണം ഹൃദയസ്തംഭനമാണോ, അല്ലെങ്കിൽ ഭക്ഷണം, പ്രാണി കുത്തൽ, ചിലന്തിയുടെ കടി, ഇതൊക്കെയാണോ? അത് 3 ഡിഗ്രി പൊള്ളലാണോ, അമിതമായ വ്യായാമമാണോ? അനാഫൈലാക്റ്റിക് ഷോക്കിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഭക്ഷണം, അതുപോലെ പ്രാണി കുത്തൽ, അതുപോലെ ചിലന്തിയുടെ കടി തുടങ്ങിയവയൊക്കെയാണ്. അപ്പോൾ അനാഫൈലാക്റ്റിക് ഷോക്കിൻ്റെ കാരണങ്ങളായിട്ട് വരുന്നു. ഓപ്ഷൻ ബി ആണ് അവിടെ ശരി ഉത്തരം വരുന്നത്. ഓർമ്മിക്കുക, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ ആണോ? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമെന്ന് അറിയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഒരാൾക്ക് ശ്വസനമില്ലാതായാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു ക്വസ്റ്റ്യനാണ്. ഒരാൾക്ക് ശ്വസനമില്ലാതായാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സാധാരണഗതിയിൽ ഒരാൾക്ക് ശ്വസനമില്ലാതായാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം അയാളുടെ ജീവൻ രക്ഷിക്കാൻ നോക്കുമ്പോൾ CPR നൽകും. അതിൽ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ എന്താണ്? CPR ഉടൻ ആരംഭിക്കുക. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ എന്നറിയുക. ഓപ്ഷൻ എ എളുപ്പമല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ. ഒരാൾക്ക് ശ്വസനമില്ലാതായാൽ ആദ്യം ചെയ്യേണ്ടത് CPR ഉടൻ ആരംഭിക്കുക. ഇതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ,
ഒരു വ്യക്തിക്ക് പാമ്പ് കടിയേറ്റാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായി നൽകിയിരിക്കുന്നത് ഏത്? അപ്പോൾ അതായത് പാമ്പ് കടിയേറ്റാൽ എന്താണ് ഇതിൽ തെറ്റായ, അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം? ഒന്ന്, പാമ്പ് കടിച്ച ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം കളയരുത് എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്, നോക്കാം, ശരിയാണ്, കളയരുത്. 2, പാമ്പ് കടിയേറ്റ ഭാഗം ചലിപ്പിക്കുകയും കടിച്ച ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം കളയുകയും ചെയ്യുക എന്നുണ്ട്. ഇനി കടിയേറ്റ ഭാഗം ചലിപ്പിക്കാതിരിക്കുക എന്നൊക്കെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ തെറ്റായത് ഞാൻ വായിക്കാം. തെറ്റായ ആൻസർ ഓപ്ഷൻ ബി ആണെന്നറിയുക. തെറ്റായ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണെന്നറിയുക. അപ്പോൾ തെറ്റായത് ഓപ്ഷൻ ബി ആണ്. ഇതായിട്ടു ഓപ്ഷൻ ബി. കാരണം എന്ത് ചെയ്യരുത്? കടിയേറ്റ ഭാഗം ചലിപ്പിക്കുകയും കടിച്ച ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം കളയുകയും ചെയ്യുക എന്നാണ്. ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ, അല്ലേ? പാകം ചെയ്യാൻ പാടില്ല. ഈ ബാക്കി 3 ഭാഗം നോക്കി. പാമ്പ് കടിച്ച ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം കളയരുത്, ശരിയാണ്. അതുപോലെ കടിയേറ്റ ഭാഗം ചലിപ്പിക്കാതിരിക്കുക, കറക്റ്റാണ്. അതുപോലെ തന്നെ പാമ്പ് കടിച്ച ഭാഗം ഹൃദയത്തിൻ്റെ ലെവലിനേക്കാൾ താഴ്ത്തിയിരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം? വ്യക്തിയെ പൊസിഷൻ ചെയ്യുക, ആ രീതിയിൽ ആക്കുക. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് അറിയുക. അപ്പോൾ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അറിയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലോക പ്രഥമ ശുശ്രൂഷ ദിനം ആചരിക്കുന്നതെന്നാണ്. ലോക പ്രഥമ ശുശ്രൂഷ ദിനം, അല്ലെ, ഫസ്റ്റ് എയ്ഡ് ഡേ. അത് നിങ്ങൾ ഓർക്കേണ്ടത്, ഇതിനകത്ത് നമ്മൾ പല ആഴ്ചകളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇതിനകത്തുള്ള ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അറിയുക ഏതാണ്? സെപ്റ്റംബർ മാസത്തിലെ 2ാമത്തെ ശനിയാഴ്ച. അപ്പോൾ ലോക പ്രഥമ ശുശ്രൂഷ ദിനം ആചരിക്കുന്നതെന്നാണ് സെപ്റ്റംബർ മാസത്തിലെ 2ാം ശനിയാഴ്ച എന്നറിയുക. സെപ്റ്റംബർ മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് ലോക പ്രഥമ ശുശ്രൂഷ ദിനം എന്ന് നിങ്ങൾ അറിയുക. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ആൻജിനയുടെ കാരണം എന്താണ്? ആൻജിയോ എന്നൊക്കെ കേട്ടാൽ തന്നെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അത് നോക്കേണ്ട യാതൊരു സംശയവും അവിടെ ഇല്ല. ഇതാണ് ഹൃദയമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ആൻജിനയുടെ കാരണം ചോദിച്ചാൽ ഹൃദയപേശികളിലേക്കുള്ള രക്തത്തിൻ്റെ അപര്യാപ്തതയാണ് ആൻസർ. എന്താണ്? അപ്പം ആൻജിനയുടെ കാരണം ചോദിച്ചാൽ നിങ്ങൾ പറയണം ഹൃദയപേശികളിലേക്കുള്ള രക്തത്തിൻ്റെ അപര്യാപ്തത. ഒന്നുകൂടെ പഠിക്കുക. ഹൃദയപേശികളിലേക്കുള്ള രക്തത്തിൻ്റെ അപര്യാപ്തതയാണ് ആൻജിനയുടെ കാരണമായി പറയുന്നത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് പാസ് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? പാസ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തികളാണ് പാസ് എന്ന് പറയുന്നത്. പാസ് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ്? അത് പുൾ, എയിം, സ്ക്യൂസ്, വൈപ്പ്, അല്ലേ? നമുക്കറിയാം പാസ് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? പുൾ, എയിം, സ്ക്യൂസ്, വൈപ്പ്. മറക്കരുത്, PASS, പാസ്. പുൾ, എയിം, സ്ക്യൂസ്, വൈപ്പ് എന്നറിയുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അഗ്നിശമന ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വാതകമേത്? അഗ്നിശമന ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വാതകം നമുക്കറിയാം തീ അണയ്ക്കാൻ വേണ്ടിയാണല്ലോ ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പോൾ അതിൽ കത്താത്ത ഉപകരണമാണ് എവിടെ? നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആൻസർ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അഗ്നിശമന ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ക്ലിയർ ആണോ? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു പോകണം. ഇത് പല മൊഡ്യൂളുകളായിട്ടാണ്, നമ്മൾ ഇനിയും ക്വസ്റ്റ്യൻസുമായിട്ട് വരും. അവർക്ക് അടുത്തത്, ഈ നനവുള്ള വൈക്കോൽ കൂട്ടിയിട്ടിരുന്നാൽ സ്വയം കത്താനുള്ള പ്രധാന കാരണമെന്ന്? നനവുള്ള വൈക്കോൽ കൂട്ടിയിട്ടിരുന്നാൽ സ്വയം കത്താനുള്ള പ്രധാന കാരണമെന്ന് ചോദിച്ചാൽ എളുപ്പമാണ്. അതിനകത്ത് എന്താണ്? സൂക്ഷ്മജീവികളുടെ ജീർണത, അല്ലേ? നനവുള്ള വൈക്കോൽ എന്ത് ചെയ്യാം? കത്താനുള്ള പ്രധാന കാരണം എന്താണ്? സൂക്ഷ്മജീവികളുടെ ജീർണത എന്നാണ് അറിയുക. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കത്തുന്ന ദ്രാവകങ്ങളാൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ ഏത് ഗണത്തിൽപ്പെടുത്തുന്നു? അപ്പോൾ കത്തുന്ന ദ്രാവകങ്ങളാൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ ഏത് ഗണത്തിൽപ്പെടുത്തുന്നു? അപ്പോൾ ക്ലാസ് A ആണോ, B ആണോ, D ആണോ എന്നൊക്കെ കൊടുത്താൽ കത്തുന്ന ദ്രാവകങ്ങളാൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ, മറക്കരുത്, കത്തുന്ന ദ്രാവകങ്ങളാൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ ക്ലാസ് B വിഭാഗത്തിൽപ്പെടും. കത്തുന്ന ദ്രാവകങ്ങളാൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ ക്ലാസ് B ഗണത്തിൽ ഉൾപ്പെടുത്തുന്നു. അറിയുക, ക്ലാസ് B ഗണത്തിൽ ഉൾപ്പെടുത്തുന്നു. കത്തുന്ന ദ്രാവകങ്ങളാൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ഏത് തരം തീപിടുത്തത്തിന് വേണ്ടിയാണ് ഡി റേറ്റിംഗ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഏത് തരം തീപിടുത്തത്തിന് വേണ്ടിയാണ് ഡി റേറ്റിംഗ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ രൂപകൽപ്പന ചെയ്തത്?
കത്തുന്ന ദ്രാവകങ്ങൾ ഉൾപ്പെടുത്തുന്ന തീപിടുത്തമാണോ, ജ്വലിക്കുന്ന ലോഹങ്ങൾ ഉൾപ്പെടുന്ന തീപിടുത്തമാണോ, വൈദ്യുതി ഉപകരണങ്ങൾ ഉൾപ്പെടുന്ന തീപിടുത്തമാണോ, സാധാരണ വസ്തുക്കൾ ഉൾപ്പെടുന്ന തീപിടുത്തമാണോ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഏതാണ് ആൻസർ? ജ്വലിക്കുന്ന ലോഹങ്ങൾ ഉൾപ്പെടുന്ന തീപിടുത്തം. അപ്പോൾ ഏത് തരം തീപിടുത്തത്തിന് വേണ്ടിയാണ് ഡി റൈറ്റിംഗ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ബി, ജ്വലിക്കുന്ന ലോഹങ്ങൾ ഉൾപ്പെടുന്ന തീപിടുത്തം. ജ്വലിക്കുന്ന ലോഹങ്ങൾ ഉൾപ്പെടുന്ന തീപിടുത്തം, മറക്കരുത്, ജ്വലിക്കുന്ന ലോഹങ്ങൾ ഉൾപ്പെടുന്ന തീപിടുത്തം. ഓക്കെ, അടുത്തതിലേക്ക് പോകാം നമുക്ക്. അഗ്നിയിൽ നിന്നും ഇന്ധനത്തെ നീക്കം ചെയ്ത് തീ അണയ്ക്കുന്ന രീതി ഏത്? അഗ്നിയിൽ നിന്നും ഇന്ധനത്തെ നീക്കം ചെയ്ത് തീ അണയ്ക്കുന്ന രീതി, അവർ ശ്രദ്ധിച്ച് പഠിക്കുക. അഗ്നിയിൽ നിന്ന് ഇന്ധനത്തെ നീക്കം ചെയ്ത് തീ അണയ്ക്കുന്ന രീതിയാണ് സ്റ്റാർവേഷൻ എന്ന് പറയും. സ്റ്റാർവേഷൻ. അപ്പോൾ സ്റ്റാർവേഷൻ എന്താണെന്ന് പഠിക്കുക. അഗ്നിയിൽ നിന്ന് എന്ത് ചെയ്തു? ഇന്ധനത്തെ നീക്കം ചെയ്ത് തീ അണയ്ക്കുന്ന രീതിയാണ് സ്റ്റാർവേഷൻ. അഗ്നിയിൽ നിന്ന് ഇന്ധനത്തെ നീക്കം ചെയ്ത് തീ അണയ്ക്കുന്ന രീതിയാണ് സ്റ്റാർവേഷൻ എന്നറിയുക. അതുപോലെ ഏതെല്ലാം ഘടകങ്ങളാണ് ഫയർ ട്രയാങ്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഫയർ ട്രയാങ്കിൾ. അപ്പോൾ ഏതെല്ലാം ഘടകങ്ങളാണ് ഫയർ ട്രയാങ്കിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഫയർ ട്രയാങ്കിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതൊക്കെയാണ്? അത് ഓക്സിജൻ, ഹീറ്റ്, ഫ്യൂവല്. ഓക്സിജൻ, ഹീറ്റ്, ഫ്യൂവൽ. ഓക്സിജൻ പ്ലസ് ഹീറ്റ് പ്ലസ് ഫ്യൂവൽ എന്നറിയുക. ഏതെല്ലാം ഘടകങ്ങളാണ് ഫയർ ട്രയാങ്കിൾ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, ഓക്സിജൻ, ഹീറ്റ്, ഫ്യൂവൽ. കടലാസ് കത്തിക്കുമ്പോൾ ഉപോൽപ്പന്നമായി ചാരമുണ്ടാകുന്ന ജ്വലന പ്രക്രിയ അറിയപ്പെടുന്നത്? കടലാസ് കത്തിക്കുമ്പോൾ ഉപോൽപ്പന്നമായി ചാരം ഉണ്ടാകുന്ന ജ്വലന പ്രക്രിയ അറിയപ്പെടുന്ന പേര് അപൂർണ ജ്വലനം എന്നാണ്. പഠിക്കുക. കടലാസ് കത്തിക്കുമ്പോൾ ഉപോൽപ്പന്നമായി ചാരം ഉണ്ടാകുന്ന ജ്വലന പ്രക്രിയ അറിയപ്പെടുന്ന പേര് ഓപ്ഷൻ ബി ഏതാണ്? അപൂർണ ജ്വലനം എന്നറിയുക. ഓപ്ഷൻ ബി അപൂർണ ജ്വലനം. അപൂർണ ജ്വലനം, മറക്കരുത്, അപൂർണ ജ്വലനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ക്ലാസ് എ ഫയറിന് അനുയോജ്യമല്ലാത്ത അഗ്നിശമന മാധ്യമം ഏത്? ക്ലാസ് എ ഫയറിന് അനുയോജ്യമല്ലാത്ത അഗ്നിശമന മാധ്യമം ഏത്? അത് ജലമാണോ, നനഞ്ഞ രാസവസ്തുക്കളാണോ, നുരയാണോ, അതുപോലെ തന്നെ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണോ എന്നറിയുക. അപ്പോൾ അവിടെ ഓർമ്മിക്കേണ്ട ആൻസർ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ക്ലാസ് എ ഫയറിന് അനുയോജ്യമല്ലാത്ത അഗ്നിശമന മാധ്യമമാണ് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. പഠിക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നറിയുക. ഓപ്ഷൻ ഡി ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഒന്നുകൂടെ പറയാം, ക്ലാസ് എ ഫയറിന് അനുയോജ്യമല്ലാത്ത അഗ്നിശമന മാധ്യമമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് അറിയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റിൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ വിവരങ്ങൾ എത്ര ഭാഗങ്ങളിലായി ക്രമപ്പെടുത്തിയിരിക്കുന്നു? അപ്പോൾ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റുണ്ട്. അതിൽ നിങ്ങൾ ക്ലാസ് പഠിച്ചിട്ട് വേണം കണ്ടൻറ്റ് കാണാൻ കേട്ടോ. ക്ലാസ് പഠിക്കാതെ ഇത് കാണരുത്. കണ്ടൻറ്റ് പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്. കണ്ടൻറ്റ് നമ്മുടെ ക്ലാസ് നമുക്ക് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ കണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. കണ്ടൻറ്റ് പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ഈ ക്ലാസ് കാണാനായിട്ട്. എങ്കിലേ മനസ്സിലാവുള്ളൂ. അല്ലാതെ വെറുതെ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ചിലപ്പോൾ എഴുതാൻ പറ്റില്ല, കാണാപ്പാടമായി പോകും. അപ്പോൾ നിങ്ങൾ കണ്ടൻറ്റായിട്ട് എന്ത് ചെയ്യുക? കണ്ടൻറ്റിനായിട്ട് നമ്മൾ ചാനലുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റിൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ വിവരങ്ങൾ എത്ര ഭാഗങ്ങളിലായി ക്രമപ്പെടുത്തിയിരിക്കുന്നു ചോദിച്ചാൽ ആൻസർ പറയൂ. നിങ്ങൾക്കുള്ള അവസരമാണ് ഈ സമയം. എന്താണ് ആൻസർ? എന്താണ്? 16 ആണ് ആൻസർ. എന്താണ്? 16. ഓക്കെ അല്ലേ? 16. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ ഉപജ്ഞാതാവാര്? ആധുനിക പ്രഥമ ശുശ്രൂഷ അല്ലേ? പ്രഥമ ശുശ്രൂഷയുടെ പിതാവാരാണ്? എളുപ്പമാണ്. അത് ഓപ്ഷൻ ബി ആണ്, ഫ്രെഡറിക് ഇസ്മാർക്ക്. ഇതാണ് ഫ്രെഡറിക് ഇസ്മാർക്ക് ആണെന്നറിയുക. ഫ്രെഡറിക് ഇസ്മാർക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ജ്വലന പ്രക്രിയ ആരംഭിക്കുന്നതിന് ബാഹ്യ ഊർജം ആവശ്യമില്ല എങ്കിൽ അത്തരം ജ്വലനം അറിയപ്പെടുന്നത് എന്തെന്നാണ്? അപ്പോൾ ജ്വലന പ്രക്രിയ ആരംഭിക്കുന്നതിന് ബാഹ്യ ഊർജം ആവശ്യമില്ല എങ്കിൽ അത്തരം ജ്വലനം അറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബാഹ്യ ഊർജം ആവശ്യമില്ലാത്ത ജ്വലനം അറിയപ്പെടുന്നത് സ്വാഭാവിക ജ്വലനം എന്നാണ്.
അപ്പോൾ ജ്വലന പ്രക്രിയ ആരംഭിക്കുന്നതിന് ബാഹ്യ ഊർജം ആവശ്യമില്ല എങ്കിൽ അത്തരം ജ്വലനം അറിയപ്പെടുന്നത് സ്വാഭാവിക ജ്വലനം എന്നാണ്. ഓർമ്മിക്കുക. തന്നിരിക്കുന്നവയിൽ ആമാശയത്തിനുള്ളിലുള്ള രക്തസ്രാവത്തിന്റെ ലക്ഷണം എന്താണ്? ആമാശയത്തിനുള്ളിലുള്ള രക്തസ്രാവത്തിനുള്ള ലക്ഷണം അത് ബ്രൗൺ നിറത്തിലുള്ള രക്തം ഛർദ്ദിക്കുവാണോ, ചുവപ്പ് നിറത്തിലുള്ള നുരയോടുകൂടിയ രക്തമാണോ, കറുപ്പാണോ, ഉദരവേദന? ഓപ്ഷൻ എ ആണ് ആൻസർ. എന്താണ്? ബ്രൗൺ നിറത്തിലുള്ള രക്തം ഛർദ്ദിക്കും. ഇതാണ് ബ്രൗൺ നിറത്തിലുള്ള രക്തം ഛർദ്ദിക്കും. അതാണ് ആമാശയത്തിനുള്ളിലുള്ള രക്തസ്രാവത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. ബ്രൗൺ നിറത്തിലുള്ള രക്തം ഛർദ്ദിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രഥമ ശുശ്രൂഷ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചതാണെന്ന് ചോദിച്ചാൽ അത് സെൻറ്റ് ജോൺ ആംബുലൻസ്. നമ്മൾ 2-3 ക്വസ്റ്റ്യൻ തൊട്ട് മുമ്പിൽ പഠിച്ചു. എന്താണ് ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ പിതാവെന്ന് ചോദിച്ചാൽ അത് ഫ്രെഡറിക് ഇസ്മാർക്കും. പ്രഥമ ശുശ്രൂഷ ആശയം ആദ്യമായി അവതരിപ്പിച്ചത് സെൻറ്റ് ജോൺ ആംബുലൻസ് എന്നാണ്. സെൻറ്റ് ജോൺ ആംബുലൻസ്. അപ്പോൾ ഇദ്ദേഹമാണ് ഇത് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? അവതരിപ്പിച്ചതെന്ന് അറിയുക. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2000 മുതൽ ഫസ്റ്റ് എയ്ഡ് ദിനം ആചരിക്കാൻ തീരുമാനിച്ച സംഘടന. 2000 മുതൽ ഫസ്റ്റ് എയ്ഡ് ദിനം പ്രഥമ ശുശ്രൂഷ ദിനം ആചരിക്കാൻ തീരുമാനിച്ച സംഘടനയാണ് റെഡ് ക്രോസ് എന്നറിയുക. റെഡ് ക്രോസ്. ഓപ്ഷൻ ബി റെഡ് ക്രോസ്. അപ്പോൾ 2000 മുതൽ ഫസ്റ്റ് എയ്ഡ് ദിനം ആചരിക്കാൻ തീരുമാനിച്ച സംഘടനയാണ് റെഡ് ക്രോസ് എന്നറിയുക. മറക്കരുത്, റെഡ് ക്രോസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. റെഡ് ക്രോസ് എന്ന സംഘടന രൂപീകരിച്ച വർഷം. റെഡ് ക്രോസ് എന്ന സംഘടന രൂപീകരിച്ച വർഷം എന്ന് ചോദിച്ചാൽ അത് 1863. അപ്പോൾ റെഡ് ക്രോസ് എന്ന സംഘടന രൂപീകരിച്ചത് എപ്പോഴാണ്? 1863. റെഡ് ക്രോസ് എന്ന സംഘടന രൂപീകരിച്ച വർഷം 1863. 1863. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ ഏത്? അത് നോക്കി, നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ ഏത് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ നോക്കാം. ഓപ്ഷൻ എ ഏതാണ്? കെൽവിൻ സ്കെയിലാണോ? ഓപ്ഷൻ ബി സെൽഷ്യസ് സ്കെയിലാണോ? ഓപ്ഷൻ സി ഫാരൻഹീറ്റ് സ്കെയിലാണോ? ഓപ്ഷൻ ഡി വേണമെന്നില്ല. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം പറയുന്നത്. ഏതാണ്? ഓപ്ഷൻ എ കെൽവിൻ സ്കെയിലാണ്. അപ്പോൾ നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ എന്ന് ചോദിച്ചാൽ ഏതാണ്? കെൽവിൻ സ്കെയിലാണെന്നറിയുക. കെൽവിൻ സ്കെയിലാണ്. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ കെൽവിൻ സ്കെയിലാണെന്നറിയുക. കെൽവിൻ സ്കെയിൽ. അടുത്തത് അസ്ഥിക്ഷതത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം? ഒരു അസ്ഥിക്ഷതം സംഭവിച്ചു എന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ? ഒടിഞ്ഞ ഭാഗത്തോ അതിനടുത്തോ വേദന, മുറിവേറ്റ ഭാഗത്ത് നിറവ്യത്യാസവും നീർവീക്കവും ഉണ്ടാകുന്നു, അസ്ഥിഭംഗം സംഭവിച്ച അവയവത്തിൻ്റെ സ്വാഭാവിക ചലനം നഷ്ടപ്പെടുക, ഇവയെല്ലാം. ആൻസർ എന്തായാലും അസ്ഥിക്ഷതത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഇവയെല്ലാം തന്നെയാണ്. കാരണം ഒടിഞ്ഞ ഭാഗത്ത് അല്ലെങ്കിൽ അതിനടുത്തോ വേദന ഉണ്ടാകുക, മുറിവേറ്റ ഭാഗത്ത് നിറവ്യത്യാസവും നീർവീക്കവും ഉണ്ടാകുന്നു, അതുപോലെ തന്നെ അസ്ഥിഭംഗവും സംഭവിച്ച അവയവത്തിൻ്റെ സ്വാഭാവിക ചലനം നഷ്ടപ്പെടുക തുടങ്ങിയവയൊക്കെ അസ്ഥിക്ഷതത്തിൻ്റെ ലക്ഷണങ്ങളായി പറയപ്പെടുന്നു. അസ്ഥിക്ഷതത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളായി പറയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുണ്ടെന്ന ലക്ഷണം എന്തൊക്കെയാണ്? ഒരു വ്യക്തിക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? 1. മുഖവും ചുണ്ടും വിളറിയിരിക്കും, ത്വക്ക് തണുത്തു മരവിക്കും, പൾസ് കുറയുകയോ ഇല്ലാതാവുകയോ ചെയ്യും. അപ്പോൾ ഒരു വ്യക്തിക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് ഇവയെല്ലാം വരാം. മുഖവും ചുണ്ടും വിളറിയിരിക്കും, ത്വക്ക് തണുത്തു മരവിക്കും, പൾസ് കുറയുകയോ ഇല്ലാതാവുകയോ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം എന്ന് വരും. ഓക്കെ, അതാണ് ഇവയെല്ലാം എന്ന് ഓപ്ഷൻ വരും. ഓക്കെ അല്ലേ? ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി. അത് ഏതൊക്കെ വരും? ചാലനമാണോ, സംവഹനമാണോ, വികിരണമാണോ? ഇവയെല്ലാം വരാം. അല്ലെങ്കിൽ ചാലനം വരാം, സംവഹനം വരാം, വികിരണം വരാം. ഇതെല്ലാം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താപം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ നമുക്ക് ഇവയെല്ലാം എന്നിടാം, അല്ലെ ഇവിടെ എല്ലാം എന്ന് ഇടാം. അതുപോലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതുവരെ പഠിച്ചതൊക്കെ എഴുതി പഠിക്കുക. MSDS എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് എന്താണ്? MSDS ഇത് നമ്മൾ പഠിച്ചാണ് നേരത്തെ, ഓർമ്മയുണ്ടോ? 16 എന്നൊരു നമ്പറൊക്കെ വന്നു അല്ലേ? അപ്പോൾ അവിടെ നോക്കാം. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റാണ് ശരി ഉത്തരം. ഏതാണ്? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. അതായത് MSDS ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഏതാണ്?
ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം എന്നറിയുക. ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? അപ്പോൾ മെറ്റീരിയൽ സേഫ്റ്റി അതൊക്കെ എഴുതി പഠിക്കുക കേട്ടോ. എഴുതി പഠിക്കുക. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് അറിയുക. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് കളർ കോഡാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത്? ഏത് കളർ കോഡാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ്, കറുപ്പ്. ഓപ്ഷൻ ഡി ആണ്, കറുപ്പ്. അപ്പോൾ ഏത് കളർ കോഡാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത്? അത് കറുപ്പാണെന്ന് അറിയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് എന്നാണ്. അല്ലെ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് എന്തെന്ന് ചോദിച്ചാൽ അത് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്നാണ്. ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്നാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്നറിയുക. ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്ന് അറിയുക. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെള്ളം നിറച്ചിരിക്കുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷർ പെട്ടെന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറമേത്? വെള്ളം നിറച്ചിരിക്കുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷർ പെട്ടെന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറമാണ് ഏതാണ്? അവിടെ ഓപ്ഷൻ എ ആണ്. അപ്പോൾ വെള്ളം നിറച്ചിരിക്കുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷർ പെട്ടെന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറമാണ് ഓപ്ഷൻ എ എന്നറിയുക. ഏതാണ് പെട്ടെന്ന് തിരിച്ചറിയാൻ? നമ്മൾ ചുവപ്പല്ലേ? അപ്പോൾ വെള്ളം നിറച്ചിരിക്കുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷർ പെട്ടെന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറം ചുവപ്പ് ആണെന്നറിയുക. അപ്പോൾ ഓപ്ഷൻ എ ആണെന്നറിയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ദ്രാവകം അതിൻ്റെ തിളനിലയിൽ വെച്ച് ബാഷ്പമായി മാറുന്ന പ്രവർത്തനമേത്? ബോയിലിംഗ് പോയിന്റിൽ വെച്ച് ഒരു ദ്രാവകം അതിൻ്റെ തിളനിലയിൽ വെച്ച് ബാഷ്പമായി മാറുന്ന പ്രവർത്തനമേത്? ഒരു ദ്രാവകം അതിൻ്റെ തിളനിലയിൽ വെച്ച് ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പനം എന്നറിയുക. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അപ്പോൾ ഒരു ദ്രാവകം അതിൻ്റെ തിളനിലയിൽ വെച്ച് ബാഷ്പമായി മാറുന്നത് ബാഷ്പനം എന്ന് അറിയുക നിങ്ങൾ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നീല നിറം പ്രതിനിധാനം ചെയ്യുന്നത് ഏത് തരം ഫയർ എക്സ്റ്റിങ്ക്യൂഷറിനെ തിരിച്ചറിയാനാണ്? നീല നിറം പ്രതിനിധാനം ചെയ്യുന്നത് ഏത് തരം ഫയർ എക്സ്റ്റിങ്ക്യൂഷറിനെ തിരിച്ചറിയാനാണ്? ഏത് തരം? അപ്പോൾ നീല നിറം നമുക്ക് ആൻസർ ഡ്രൈ പൗഡർ എക്സ്റ്റിങ്ക്യൂഷനാണ്. നീല നിറം പ്രതിനിധാനം ചെയ്യുന്നത് ഏത് തരം ഫയർ എക്സ്റ്റിങ്ക്യൂഷറിനെ തിരിച്ചറിയാനാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഡ്രൈ പൗഡർ എക്സ്റ്റിങ്ക്യൂഷർ എന്നറിയുക. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നവയിൽ പ്രഥമ ശുശ്രൂഷ പെട്ടിയിൽ നമുക്കറിയാലോ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ പ്രഥമ ശുശ്രൂഷ പെട്ടിയിൽ ഉണ്ടായിരിക്കേണ്ട സാമഗ്രികൾ എന്തെല്ലാമാണ്? ബാൻഡേജുകൾ വേണമോ? അണുനാശിനി വേണമോ? തെർമോമീറ്റർ വേണമോ? റബ്ബർ കയറുകൾ വേണമോ? അല്ലെങ്കിൽ കത്രികകൾ വേണമോ എന്നൊക്കെ ചോദിച്ചാൽ ഏതൊക്കെയായിരിക്കും എന്ന് ചോദിച്ചാൽ കയ്യുറകൾ അല്ലെ, റബ്ബർ കയ്യുറകളാണ്. അപ്പോൾ ബാൻഡേജുകൾ, അണുനാശിനി, തെർമോമീറ്റർ, റബ്ബർ കയ്യുറകൾ, അതുപോലെ തന്നെ കത്രികകൾ, ഇതിലേതൊക്കെ വേണം? എല്ലാം വേണം. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4, 5 അല്ലേ? എല്ലാം വേണ്ടേ? എല്ലാം പ്രഥമ ശുശ്രൂഷ പെട്ടിയിൽ അത്യാവശ്യമായ കാര്യങ്ങളല്ലേ? അത് അത്യാവശ്യമാണെന്നറിയുക. അത് അത്യാവശ്യമാണ്, അത് വേണം, അതുണ്ടാകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കാം. അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചരണം എന്നിവയെക്കുറിച്ച് പ്രതിദാനം ചെയ്യുന്ന IT ആക്ടിലെ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ IT ആക്റ്റാണ്. അശ്ലീല ചിത്രം 2 മാർക്കുണ്ട് IT ആക്ടിന്. അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചരണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ചോദിച്ചാൽ അത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ബി ആണ്. 67A ആണ് ഓപ്ഷൻ അല്ലേ? 67B ആണ് ചൈൽഡ് പോണോഗ്രഫി. അത് നമുക്കറിയാം അല്ലേ? 67A ആണ് അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചരണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ്. IT ആക്ട് 2000 ഭേദഗതി ചെയ്തത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ അത് വളരെ എളുപ്പമാണ്. ഏതാണ്? 2008 അല്ലേ? ഭേദഗതി ചെയ്തത് 2008 അറിയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, സി ക്ലാസ് ഫയറുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സി ക്ലാസുമായി ബന്ധപ്പെട്ടാണ്. സി ക്ലാസ്. അപ്പോൾ അവിടെ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓക്കെ, കത്താൻ പര്യാപ്തമായ വാതകങ്ങൾ ഉണ്ടാക്കുന്ന തീ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. അപ്പോൾ കത്താൻ പര്യാപ്തമായ വാതകങ്ങൾ ഉണ്ടാകുന്ന തീ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. അതുപോലെ ലോഹങ്ങളിൽ ഉണ്ടാകുന്ന തീ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. അതുപോലെ 3, ഇത്തരം തീക്കെതിരെ കാർബൺ ഡൈ ഓക്സൈഡ് അഗ്നിശമനികൾ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ ഏതാണ് തെറ്റ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി എന്നറിയുക.
ശരിയെന്ന് പറഞ്ഞാൽ സി ക്ലാസ് ഫയറുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഇതിനെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കണ്ടൻറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കണ്ടൻറ്റ് കണ്ടിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ ക്ലാസ് കാണാനായിട്ട്. അല്ലെങ്കിൽ കണ്ടൻറ്റ് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് അത്രയും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഡി ആണ് ആൻസർ കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം സമയം തരുന്നത്, നിങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ്, 1ഉം 3ഉം ആണ് ആൻസർ. ഓക്കെ അല്ലേ, 1ഉം 3ഉം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ CPR പ്രഥമ ശുശ്രൂഷ മാർഗത്തിൻ്റെ പിതാവ്. അപ്പോൾ CPRൻ്റെ പിതാവല്ല, CPR അല്ലേ, ഫസ്റ്റ് എയ്ഡ് പ്രഥമ ശുശ്രൂഷ മാർഗത്തിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി, പീറ്റർ സഫർ എന്നാണ് ആൻസർ. എന്താണ്? പീറ്റർ സഫർ. അപ്പോൾ CPR പ്രഥമ ശുശ്രൂഷ മാർഗത്തിൻ്റെ പിതാവ് പീറ്റർ സഫർ എന്നറിയുക. പീറ്റർ സഫർ എന്നറിയുക. ഹൃദയ ശ്വസന പുനരുജ്ജീവനം ഒരു മുതിർന്ന വ്യക്തിയിൽ ചെയ്യുമ്പോൾ നെഞ്ചമർത്തുന്നത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ എത്ര സെൻറ്റിമീറ്ററിൽ കൂടുതൽ താഴാൻ പാടില്ല? അപ്പോൾ ഹൃദയ ശ്വസന പുനരുജ്ജീവനം ഒരു മുതിർന്ന വ്യക്തിയിൽ ചെയ്യുമ്പോൾ നെഞ്ചമർത്തുന്നത് എത്ര സെൻറ്റിമീറ്ററിൽ കൂടുതൽ താഴാൻ പാടില്ല? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ഓർമ്മിച്ച് വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ശ്വാസനാളത്തിൽ പുറമേയുള്ള വസ്തുക്കൾ പ്രവേശിച്ച് വായു സഞ്ചാരം തടസ്സപ്പെടുത്തുന്ന അവസ്ഥ എല്ലാവർക്കും അറിയാം. ഏതാണ്? ശ്വാസനാളത്തിൽ പുറമേയുള്ള വസ്തുക്കൾ പ്രവേശിച്ച് വായു സഞ്ചാരം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ചോക്കിംഗ് എന്ന് പറയുന്നത്. ചോക്കിംഗ്, ഭക്ഷണമൊക്കെ അങ്ങനെ ആകുമ്പോൾ ചോക്കിംഗ് നടത്തുമ്പോഴാണ് നമ്മൾ കണ്ടിട്ടില്ലേ, ഫയർഫോഴ്സൊക്കെ കാണിച്ചു കൊടുക്കുന്ന കണ്ടിട്ടില്ലേ, ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ. ചോക്കിംഗ് ആണെന്ന് അറിയാം കേട്ടോ, ചോക്കിംഗ് ആണെന്ന് അറിയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അന്യപദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടിയാൽ ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷയുടെ പേര്. ഈ അന്യപദാർത്ഥങ്ങൾ തൊണ്ടയിൽ, നമ്മളൊരു ചോക്കിങ് വന്നു കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്ന എന്താണ്? CPR ആണോ, ED ആണോ, കൃത്രിമ ശ്വാസോച്ഛ്വാസമാണോ, എന്താണ്? ഹെംലിക് മാന്യുവർ ആണോ? ഏതാണ് ഇവിടെ? അന്യപദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടിയാൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് അറിയുക, ഹെംലിക് മാന്യുവർ എന്നറിയുക. ഇതാണ് ഹെംലിക് മാന്യുവർ. ഓപ്ഷൻ ബി ആണ് അറിയുക, ഹെംലിക് മാന്യുവർ. മറക്കരുത്, CPR അല്ല, ഓർമ്മിച്ച് വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മുറിവുകൾ സംഭവിക്കുമ്പോൾ നൽകേണ്ട പ്രഥമ ശുശ്രൂഷയിൽ ചെയ്യാൻ പാടില്ലാത്തത് നമുക്ക് അറിയാം കേട്ടോ. അവിടെ ഒന്ന് ചെറിയ മുറിവുകൾ ഡെറ്റോൾ പോലുള്ള അണുനാശിനി ഉപയോഗിച്ച് ശുദ്ധീകരിക്കുക, അതൊക്കെ നമുക്കറിയാം. അതുപോലെ മുറിവിനടുത്ത് നിൽക്കുമ്പോൾ ചുമക്കരുത്, അണുക്കളൊക്കെ കയറാം. വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് മുറിവ്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ ആഴത്തിൽ തറച്ചിരിക്കുന്ന വസ്തുക്കൾ ബലമായി നീക്കം ചെയ്യാം. കാരണം അതിനകത്ത് തറച്ചിരിക്കുന്ന വസ്തുക്കൾ ബലമായി എന്ത് ചെയ്യരുത്? അപ്പോൾ മുറിവുകൾ സംഭവിക്കുമ്പോൾ നൽകേണ്ട പ്രഥമ ശുശ്രൂഷയിൽ ചെയ്യാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞാൽ തറച്ചിരിക്കുന്ന വസ്തുക്കളെ ബലമായി എന്ത് ചെയ്യരുത്? നീക്കം ചെയ്യരുതെന്ന് പറയുന്നത് അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ ബലമായി നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ചർമ്മത്തിനിടയിലുള്ള ശരീരകലകൾ നശിക്കുന്ന തരം പൊള്ളലേത്? അപ്പോൾ നമ്മൾ നേരത്തെ 1-ാം ഡിഗ്രി പൊള്ളലോർമ്മയുടെ ചുവന്ന് എടുത്താണ്. അടുത്ത് പറഞ്ഞത് ചർമ്മത്തിന് നടിയിലുള്ള ശരീരകലകൾ പോലും നശിക്കുന്ന തരം പൊള്ളലാണെങ്കിൽ അത് ഇത്തിരി കൂടിയ പൊള്ളലായിരിക്കും, അത് കുറച്ച് കൂടിയ പൊള്ളലായിരിക്കും. അപ്പോൾ ഏതായിരിക്കും അത്? 4-ാം ഡിഗ്രി പൊള്ളലാണെന്നറിയുക. 4-ാം ഡിഗ്രി പൊള്ളലാണെന്നറിയുക. മറക്കരുത്, ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. ശരീരകലകൾ പോലും നശിച്ചു പോകുന്ന തരത്തിലുള്ള പൊള്ളലാണ് 4-ാം ഡിഗ്രി പൊള്ളൽ എന്നറിയുക. 4-ാം ഡിഗ്രി പൊള്ളൽ. പാമ്പ് കടിയേറ്റാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമെന്ത്? പാമ്പ് കടിയേറ്റാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം നമ്മളിത് ഒരിക്കൽ പഠിച്ചതാണ്, വീണ്ടും വന്നു. അത് അധികം മുറുകാത്ത രീതിയിൽ കടിയേറ്റ ഭാഗത്തിന് മുകളിൽ കെട്ടുക. അതുപോലെ കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം ഒഴുകിക്കളയുക. കടിയേറ്റ ഭാഗം സോപ്പ് ഉപയോഗിച്ച് കഴുകുക. കടിയേറ്റ ഭാഗം ഹൃദയത്തിൻ്റെ ലെവലിൽ നിന്ന് താഴ്ത്തി വയ്ക്കുക. ഇതിലേതാണ് പാമ്പ് കടിയേറ്റാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം ഒഴുക്കി കളയുക. കടിയേറ്റ ഭാഗം അല്ലേ, കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി എന്ത് ചെയ്യരുത്? രക്തം ഒഴുക്കി കളയരുത് എന്നുള്ള കാര്യം അറിയുക. അതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് അറിയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുതാഘാതം സംഭവിച്ച വ്യക്തിക്ക് പ്രഥമ ശുശ്രൂഷ നൽകുന്നതിന് മുമ്പ് ആദ്യം ഉറപ്പുവരുത്തേണ്ടത് എന്താണ്? അപ്പോൾ ഒരാൾക്ക് ഷോക്ക് അല്ലെ വൈദ്യുത ആഘാതമേറ്റിരിക്കുകയാണ്, അദ്ദേഹത്തിന് പ്രഥമ ശുശ്രൂഷ നൽകുന്നതിന് മുമ്പ് ആദ്യം ഉറപ്പുവരുത്തേണ്ടത് ഒറ്റ കാര്യമുള്ളൂ, എളുപ്പമാണ്. കാരണം അയാൾക്ക് ബോധമുണ്ടോ, ഗുരുതര പരിക്കുകളുണ്ടോ എന്നല്ല, വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ്. കാരണം ഈ രക്ഷപ്പെടുത്താൻ പോകുന്ന ആൾക്കും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഇറക്കേണ്ട വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം എന്നറിയുക. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ്?
തന്മാത്രകളുടെ സഞ്ചാരമില്ലാതെ അവയുടെ കമ്പനം മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രക്രിയയാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ചാലനം. തന്മാത്രകളുടെ സഞ്ചാരമില്ലാതെ അവയുടെ കമ്പനം മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രക്രിയയാണ് ചാലനം. ഇത് ഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്നറിയുക. ചാലനമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വികിരണം, ചാലനം, അല്ലെ ഇൻ്റർഫറൻസ്, ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓർമ്മിക്കുക. സംവഹനം, കണ്ടക്ഷൻ, കൺവെക്ഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതൊന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ചാലനം. അടുത്തത്, മണലിൻ്റെ വിശിഷ്ട താപധാരിതയുടെ എത്ര മടങ്ങാണ് ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത? സ്പെസിഫിക്. അപ്പോൾ അവിടെ നോക്കേണ്ടത്, അല്ലേ, അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്. അപ്പോൾ അവിടെ നോക്കാം, മണലിൻ്റെ വിശിഷ്ട താപധാരിതയുടെ, അല്ലേ, എത്ര മടങ്ങാണെന്ന് ചോദിച്ചാൽ ആൻസർ 5 മടങ്ങാണെന്ന് അറിയാം കേട്ടോ. 5 മടങ്ങ്. മണലിൻ്റെ 5 മടങ്ങാണെന്ന് അറിയണം. 5 മടങ്ങ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഗ്യാസോളിൻ, അതായത് പെട്രോളുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ ഗ്യാസോളിൻ എന്ന് പറയുന്നത്. ഗ്യാസോളിൻ്റെ ഫ്ലാഷ് പോയിൻ്റ് എത്രയെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഫ്ലാഷ് പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് കണ്ടൻറ്റായിട്ട് ചെയ്തു തരാം കേട്ടോ. ചെയ്തിട്ടുണ്ട്. ഗ്യാസോളിൻ്റെ ഫ്ലാഷ് പോയിൻ്റ് എത്രയെന്ന് ചോദിച്ചാൽ കാണാതെ പഠിച്ചു വയ്ക്കുക. -40. -40 ഗ്യാസോലിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? -40 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് അറിയുക. -40 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് അറിയുക. ഗ്യാസോലിൻ ഒരളവുകളുണ്ട് കേട്ടോ. അത് കാണാതെ പഠിക്കുന്ന ഒരളവാണ് ഗ്യാസോലിൻ. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജലത്തിൻ്റെ ഉയർന്ന ബാഷ്പന ലീനതാപം പ്രയോജനപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാം? അപ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജലത്തിൻ്റെ ഉയർന്ന ബാഷ്പന ലീനതാപം പ്രയോജനപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അത് മണ്ണിലെ ജലാംശം എളുപ്പം നഷ്ടപ്പെടാതെ നിൽക്കുന്നു, ആവിയിൽ പാകം ചെയ്യുന്ന ആഹാര സാധനങ്ങൾ വേഗത്തിൽ വേവുന്നു, തെർമൽ പവർ സ്റ്റേഷനുകളിൽ നീരാവി ഉപയോഗിക്കുന്നു. ഇതൊക്കെയാണ് ആൻസർ. ഇവയെല്ലാമാണ് ശരി ഉത്തരം. അപ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജലത്തിൻ്റെ ഉയർന്ന ബാഷ്പന ലീനതാപം പ്രയോജനപ്പെടുന്ന സാഹചര്യങ്ങൾ ഇവയെല്ലാം എന്നറിയുക. 1, 2, 3 വരാം. വെറ്റ് കെമിക്കൽ അഗ്നിശമന ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രധാന മൂലകമേത്? വെറ്റ് കെമിക്കൽ അഗ്നിശമന ഉപകരണങ്ങളിൽ അവിടെ പ്രധാന മൂലകം ഒന്നും നോക്കണ്ട, പൊട്ടാസ്യം. അപ്പോൾ വെറ്റ് കെമിക്കൽ അഗ്നിശമന ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന മൂലകമാണ് ഏത്? പൊട്ടാസ്യം എന്നറിയും. അടുത്തത്, അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന രീതി ഏത്? അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന രീതി ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ബി പറയുക. ഓപ്ഷൻ ബി ഉത്പതനം എന്ന് പറയുക. ഓപ്ഷൻ ബി ഉത്പതനം. ഓപ്ഷൻ ബി ഉത്പതനം. അപ്പം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പഠിക്കുക. അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന രീതിയാണ് ഉത്പതനം എന്നറിയുക. ഉത്പതനം. സോഡ ആസിഡ് ഫയർ എക്സ്റ്റിങ്ക്യൂഷറിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? ഓക്കെ, സോഡ ആസിഡ് ഫയർ എക്സ്റ്റിങ്ക്യൂഷറിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത്. എ ക്ലാസ് ഫയർ കൊടുത്താൽ കെടുത്താൻ ഉപയോഗിക്കുന്നു. എ ക്ലാസ് ഫയർ കെടുത്താൻ ഉപയോഗിക്കുന്നു. 40 ഡിഗ്രി ഫാരഡിൽ കൂടിയ ചൂടിൽ പ്രവർത്തിക്കുകയില്ല. ഇലക്ട്രിക് ഫയർ കെടുത്താൻ സാധിക്കില്ല. മുകളിൽ പറഞ്ഞവയില്ല. ഇതിൽ ആൻസർ സോഡ ആസിഡ് ഫയർ എക്സ്റ്റിങ്ക്യൂഷറിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്. 40 ഡിഗ്രി എഫിൽ കൂടിയ ചൂടിൽ ഇതെന്ത് ചെയ്യില്ല? പ്രവർത്തിക്കുകയില്ല എന്നുള്ള കാര്യം അറിയുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ശരി ഉത്തരമെന്ന് അറിയുക. ഓപ്ഷൻ ബി ആണെന്ന് അറിയുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫോം അഗ്നിശമനിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഫോം അഗ്നിശമനിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1, കത്തുന്ന ദ്രാവകങ്ങളിൽ ഉണ്ടാകുന്ന തീ അണയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഇതിൽ നിന്നും പുറത്തു വരുന്ന പത കത്തുന്ന ദ്രാവകങ്ങളിൽ പൊതിഞ്ഞ് ഓക്സിജനുമായുള്ള ബന്ധം വേർപെടുത്തി തീ അണയ്ക്കുന്നു. 3, ഫോമിന് ദ്രാവകങ്ങളെക്കാൾ കനം കുറവായതിനാൽ ദ്രാവകങ്ങളിൽ താഴുകയോ ലയിക്കുകയോ ചെയ്യുന്നില്ല. ഒന്നുകൂടെ പറയാം. ഫോം അഗ്നിശമനിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. കത്തുന്ന ദ്രാവകങ്ങളിൽ ഉണ്ടാകുന്ന തീ അണയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നു. അതുപോലെ ഇതിൽ നിന്നും പുറത്തു വരുന്ന പത കത്തുന്ന ദ്രാവകങ്ങളിൽ പൊതിഞ്ഞ് ഓക്സിജനുമായുള്ള ബന്ധം വേർപെടുത്തി തീ അണയ്ക്കുന്നു. 3,
ഫോമിന് ദ്രാവകങ്ങളെക്കാൾ കനം കുറവായതിനാൽ ദ്രാവകങ്ങളിൽ താഴുകയോ ലയിക്കുകയോ ചെയ്യുന്നില്ല. ആൻസർ ഇവയെല്ലാം ശരിയാണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവയെല്ലാം ആണ് ആൻസറായിട്ട് വരുന്നത്. ഇവയെല്ലാമാണ് ആൻസറായിട്ട് വരുന്നത്. ലോക റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഡേറ്റ് കാണിച്ചിട്ടില്ല. അവിടെ 8 കേട്ടോ. അവിടെ നമുക്ക് ആൻസറായിട്ട് വരുന്നത് മെയ് 8 എന്നറിയണം കേട്ടോ. ഈ മെയ് 8 ഇതാണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ ലോക റെഡ് ക്രോസ് ദിനം ഓർമ്മിക്കുക, മെയ് 8 എന്നറിയുക, മെയ് 8. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. സൈബർ നിയമം പ്രാബല്യത്തിൽ വന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം സിംഗപ്പൂരാണോ? ഭേദഗതി ചെയ്തത് 2009 ഒക്ടോബർ 27 ഭേദഗതി നിലവിൽ വന്നത്? സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഇന്ത്യയാണോ? ഇതിൽ ഏതൊക്കെയാണ് തെറ്റെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, സൈബർ നിയമം പ്രാബല്യത്തിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യമാണ് സിംഗപ്പൂർ. ദക്ഷിണേഷ്യൻ രാജ്യമല്ല, ഏഷ്യൻ രാജ്യം അല്ലേ? അപ്പോൾ അവിടെ ഇത് തിരിഞ്ഞു വരണം ആൻസർ. അപ്പോൾ അവിടെ നമുക്ക് തെറ്റായ ഓപ്ഷനാണ്. എയും തെറ്റാണ്, സിയും തെറ്റാണ്. അപ്പോൾ ആൻസർ ബി മാത്രമാണ് ശരിയുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എ ആൻഡ് സി ആണ് ശരി ഉത്തരം. എന്താണ്? എ ആൻഡ് സി ആണ് ശരി ഉത്തരം. കാരണം എന്താ? എയും തെറ്റാണ്, സിയും തെറ്റാണെന്നറിയുക. എയും തെറ്റാണ്, സിയും തെറ്റാണെന്നറിയുക. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായത് കണ്ടെത്തിയതാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇപ്പോൾ, രഹസ്യാത്മകതയുടെയും സ്വകാര്യതയുടെയും ലംഘനത്തിലുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ്. നമുക്കറിയാം IT ആക്റ്റാണ്. IT ആക്ടിൽ രഹസ്യാത്മകതയുടെയും സ്വകാര്യതയുടെയും ലംഘനം എന്ന് എവിടെ കേട്ടാലും ആൻസർ എത്ര വരും? ആൻസർ ഓപ്ഷൻ 72 ഓപ്ഷൻ ഡി. ആൻസർ 72 ഓപ്ഷൻ ഡി. 72 എന്നറിയുക. 72. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ തുടർച്ചയായി ഒരേ ദിശയിലേക്കോ വ്യത്യസ്ത ദിശകളിലേക്കോ ഒരു ഉറവിടത്തിൽ നിന്നോ പൈപ്പ് ലൈനിൽ നിന്നോ ശക്തിയായി പുറത്തേക്ക് പ്രവഹിക്കുന്ന ദ്രാവക രൂപത്തിലോ വാതകത്തിലോ ഉള്ള ഇന്ധനം ജ്വലിക്കുന്നതിനെ പറയുന്ന പേരെന്ത്? അപ്പോൾ തുടർച്ചയായി ഒരേ ദിശയിലേക്കോ വ്യത്യസ്ത ദിശകളിലേക്കോ ഒരു ഉറവിടത്തിൽ നിന്നും പൈപ്പ് ലൈനിൽ നിന്നോ ശക്തിയായി പുറത്തേക്ക് പ്രവഹിക്കുന്ന ദ്രാവക രൂപത്തിലോ വാതക രൂപത്തിലുള്ള ഇന്ധനം ജ്വലിക്കുന്നതിനെ പറയുന്നതാണ് ആൻസർ ജെറ്റ് ഫയർ എന്നാണ് ആൻസർ. എന്താണ്? ജെറ്റ് ഫയർ. ഓപ്ഷൻ എ ജെറ്റ് ഫയർ എന്നറിയുക, മറക്കരുത്. ജെറ്റ് ഫയർ ആണ് ആൻസർ എന്നറിയുക. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലീവിൻ്റെ പൂർണ്ണ രൂപം ആണ് ചോദിച്ചത്. ബ്ലീവിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. ബ്ലീവിൻ്റെ പൂർണ്ണ രൂപം ഓപ്ഷൻ സി ആണ്. ബോയിലിംഗ്, ലിക്വിഡ്, എക്സ്പാൻഡിങ്, വേപ്പർ, എക്സ്പ്ലോഷൻ. ഇതൊക്കെയാണ് ബോയിലിംഗ്, ലിക്വിഡ്, എക്സ്പാൻഡിങ്, വേപ്പർ, എക്സ്പ്ലോഷൻ എന്നാണ് അറിയുക. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് എന്താണ് ബ്ലൂവിൻ്റെ ഫുൾ ഫോം. ഒന്നുകൂടെ പറയുക, ബോയിലിംഗ്, ലിക്വിഡ്, എക്സ്പാൻഡിങ്, വേപ്പർ, എക്സ്പ്ലോഷൻ. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജലം ഉപയോഗിച്ച് തീപിടുത്തത്തെ കെടുത്തുന്നത് അറിയപ്പെടുന്ന പേരെന്നതാണ് ചോദിച്ചത്. ഓർമ്മിക്കുക, അത് വളരെ എളുപ്പമാണ്. ഏതാണ് ഓപ്ഷൻ? ബാക്കി തെറ്റായ ഓപ്ഷൻ നമ്മൾ വായിക്കുന്നില്ല. ജലം ഉപയോഗിച്ച് തീപിടുത്തത്തെ കെടുത്തുന്നത് അറിയപ്പെടുന്ന പേരാണ് ഓപ്ഷൻ സി ആണ്. ഏതാണ്? കൂളിംഗ് ഇഫക്റ്റ് ആണ്. ഏതാണ്? കൂളിംഗ് ഇഫക്റ്റ്. അപ്പോൾ ജലം ഉപയോഗിച്ച് തീ കെടുത്തുന്ന രീതിയെ പറയപ്പെടുന്ന പേരാണ് കൂളിംഗ് ഇഫക്റ്റ്. ജലം ഉപയോഗിച്ച് തീപിടുത്തത്തെ കെടുത്തുന്നത് കൂളിംഗ് ഇഫക്റ്റ്. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ജലത്തിൽ ഏറ്റവും നന്നായി ലയിക്കുന്ന വാതകം അത് അമോണിയ അല്ലേ? NH3 ആണ്. അവിടെ 3 കൂടെ ഉണ്ട് കേട്ടോ. NH3 ആണ്. 3 കൂടെ ഉണ്ടെന്ന് അറിയുക. NH3 ആണ്. അവിടെ 3 ഇട്ടുകൊണ്ട് കേട്ടോ. NH3 കൂടെ ഉണ്ട്. ഓക്കെ, NH3 ആണ്. താപത്തിൻ്റെ യൂണിറ്റ് എല്ലാവർക്കും അറിയാം ജൂൾ. കൂളല്ല, ജൂളാണ്. അവിടെ ജൂളാണ് എഴുതേണ്ടത്. കൂളെന്നാണ് കിടക്കുന്നത്. അവിടെ ജൂൾ എന്നറിയുക. എന്താണ്? ജൂൾ. ഓർമ്മിക്കുക, ജൂൾ അല്ലേ? ജൂൾ എന്ന് ഓർമ്മിക്കുക. അപ്പോൾ താപത്തിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ജൂൾ എന്നറിയുക. ഏതാണ്? ഓപ്ഷൻ എ ജൂൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള വസ്തു ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇരുമ്പാണോ, ജലമാണോ, ചെമ്പാണോ, ഗ്ലാസ് ആണോ? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ജലം ആണ് ആൻസർ. ഓപ്ഷൻ ബി ജലം. ക്ലിയർ ആണോ? ഓപ്ഷൻ ബി ജലം. പഠിച്ചോളണം. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള വസ്തു ഏതാണ്? ജലം ആണെന്ന് അറിയുക. ജലം. ദ്രാവകങ്ങളിൽ ചൂട് വ്യാപിക്കുന്ന മാർഗം അറിയപ്പെടുന്നത്.
അപ്പോൾ ദ്രാവകങ്ങളിൽ ചൂട് വ്യാപിക്കുന്ന മാർഗം അറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ബി ആണ്, സംവഹനം എന്നറിയുക. എന്താണ് സംവഹനം? ഓപ്ഷൻ ബി സംവഹനം. സംവഹനം എന്നറിയുക. ഓപ്ഷൻ ബി സംവഹനം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കാർബൺ ഡൈ ഓക്സൈഡ് ഇലക്ട്രിക് ഫയറിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. എളുപ്പത്തിൽ കത്തിപ്പിടിക്കാവുന്ന ദ്രാവകങ്ങളിൽ ഉണ്ടാകുന്ന തീക്കെതിരെ ഉപയോഗിക്കാം. പ്രവർത്തിച്ച ശേഷം അവശിഷ്ടമൊന്നും ഇല്ലാത്തതിനാൽ സാധനങ്ങൾക്ക് കേടുണ്ടാകുന്നില്ല. ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ രണ്ടും മൂന്നുമാണ് ബന്ധപ്പെട്ട പ്രസ്താവനകൾ. അതായത് എളുപ്പത്തിൽ കത്തിപ്പിടിക്കാവുന്ന ദ്രാവകങ്ങളിൽ ഉണ്ടാകുന്ന തീക്കെതിരെ ഉപയോഗിക്കാം. പ്രവർത്തിച്ച ശേഷം അവശിഷ്ടമൊന്നുമില്ലാത്തതിനാൽ സാധനങ്ങൾക്ക് കേട് ഉണ്ടാകുന്നില്ല. ഇതാണ് എന്തിൻ്റെ ഉപയോഗം? കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എന്നറിയുക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, ഡ്രൈ ഐസ് എന്നാൽ എന്ത്? ഡ്രൈ ഐസ് എന്നാൽ എല്ലാവർക്കും അറിയാം എന്താണ്? ഖര അല്ലേ? ഖര കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഖര കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഏത്? ഡ്രൈ ഐസ് എന്നാൽ ഖര കാർബൺ ഡൈ ഓക്സൈഡ് എന്നറിയുക. അതുപോലെ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യമല്ല ലക്ഷ്യം എന്തൊക്കെയാണ് എല്ലാവർക്കും അറിയാം. പ്രഥമ ശുശ്രൂഷ എന്തിനാണ് ചെയ്യുന്നത്? ഫസ്റ്റ് എയ്ഡ്, അതായത് ജീവൻ രക്ഷിക്കുക, ശരിയാണ്. രോഗിയെ സൗകര്യപ്രദമായ രീതിയിൽ കിടത്തുക, അതുപോലെ രോഗിയെ എത്രയും പെട്ടെന്ന് വൈദ്യസഹായത്തിന് വിധേയമാക്കുക. എളുപ്പമാണ്. എന്താണ് മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്നത് ഈ മൂന്നുമാണ്. മുകളിൽ പറഞ്ഞവയെല്ലാമാണ് ശരി ഉത്തരം എന്നറിയുക. മുകളിൽ പറഞ്ഞവ എല്ലാം. അടുത്തത് നമുക്കറിയാം, ക്ലാസ് എ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ പങ്ക് എന്താണെന്നാണ് ചോദിച്ചത്. ക്ലാസ് എ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ പങ്ക് എന്താണെന്നാണ് ചോദിച്ചത്. അതിൽ മരം, പേപ്പർ തുടങ്ങിയ സാധാരണ ജ്വലന വസ്തുക്കളിൽ ഉപയോഗിക്കുന്നു. അതുപോലെ കത്തുന്ന ദ്രാവകങ്ങളിൽ ഉപയോഗിക്കുന്നു. വൈദ്യുത ശക്തിയുള്ള തീയിൽ ഉപയോഗിക്കുന്നു. തീ പിടിക്കാത്ത ലോഹങ്ങളിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ക്ലാസ് എ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ പങ്ക് എന്തെന്ന് ചോദിച്ചാൽ മരം, പേപ്പർ തുടങ്ങിയ സാധാരണ ജ്വലന വസ്തുക്കളിൽ ഉപയോഗിക്കുന്നു. മരം, പേപ്പർ തുടങ്ങിയ സാധാരണ ജ്വലന വസ്തുക്കളിൽ ഉപയോഗിക്കുന്നു എന്ന് അറിയുക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഷോക്കിൻ്റെ ലക്ഷണമല്ലാത്തത്. ഷോക്കിൻ്റെ ലക്ഷണമല്ലാത്തത് എന്താണ്? അമിത നാഡീ സ്പന്ദനമാണോ, അപസ്മാരമാണോ, മുഖത്തുള്ള വിളർച്ചയാണോ, ശ്വാസം മുട്ടലാണോ? ഇതിലേതാണ് ഷോക്കിൻ്റെ ലക്ഷണമല്ലാത്തതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഏതാണ്? ലക്ഷണമല്ലാത്തത് ഓപ്ഷൻ ബി ആണ് അല്ലേ? അപസ്മാരം. അപ്പോൾ ഷോക്കിൻ്റെ ലക്ഷണമല്ലാത്തത് അപസ്മാരമാണെന്ന് അറിയുക. ക്ലിയർ ആണ്. ബാക്കിയൊക്കെ ഷോക്കിൻ്റെ ലക്ഷണങ്ങളാണെന്ന് അറിയുക. മൂക്കിലെ അസ്ഥി ഒടിഞ്ഞു എന്നെങ്ങനെ മനസ്സിലാക്കാം? മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകും, വായുമാർഗത്തിലെ തടസ്സമുണ്ടാകും, അതുപോലെ തന്നെ ശ്വസിക്കാൻ ബുദ്ധിമുട്ട്. മുകളിൽ പറഞ്ഞവയല്ല. ഇത് മൂന്നും ഉണ്ടാവുമല്ലോ. മൂക്കിൽ നിന്ന് രക്തസ്രാവം, വായുമാർഗത്തിലെ തടസ്സം, അതുപോലെ ശ്വസിക്കുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. ഇവ മൂന്നുമാണെന്ന് അറിയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്തത്, രക്തചംക്രമണവും ശ്വസനവും അപ്രതീക്ഷിതമായി പെട്ടെന്ന് നിലയ്ക്കുന്നതിനെ എന്തെന്ന് പറയും? അപ്പോൾ രക്തചംക്രമണവും ശ്വസനവും അപ്രതീക്ഷിതമായി പെട്ടെന്ന് നിലയ്ക്കുന്നതിനെ എന്തെന്ന് പറയുന്നത് വെച്ചാൽ കാർഡിയോ പൾമണറി അറസ്റ്റ് എന്നറിയുക. അടുത്ത ക്വസ്റ്റ്യൻ, LPG ഹാസ് ഷം അല്ലെ ഹസാഡസ് കെമിക്കൽ കോഡ്. അതാണ് ഹാസ് ഷം. അത് താഴെ പറഞ്ഞവയിൽ ഏതാണെന്ന് ചോദിച്ചാൽ കാണാതെ പഠിക്കുക. 2WE എന്ന് പഠിക്കുക. 2WE പഠിച്ചോളൂ. കാണാതെ പഠിച്ചോളൂ. LPG ഹാസ് കം എന്ന് ഓർമ്മിക്കുക. ഇതെന്താണ്? ഹസാഡസ് കെമിക്കൽ കോഡ്. താഴെ പറഞ്ഞതിൽ ഏതാണെന്ന് ചോദിച്ചാൽ 2WE എന്ന് അറിയുക. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യനിൽ നിന്നും താപം ഭൂമിയിലെത്തുന്ന രീതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് എല്ലാവർക്കും അറിയാം. സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലെത്തുന്ന രീതിയാണ് ഓപ്ഷൻ സി ആണ്. ഏതാണ്? വികിരണം എന്നറിയുക. സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലെത്തുന്ന രീതിയാണ് ഓപ്ഷൻ സി, വികിരണം എന്നറിയുക. വികിരണം. പക്ഷാഘാതമാണ് കേട്ടോ, സ്ട്രോക്ക്. പക്ഷാഘാതത്തിൻ്റെ അടയാളങ്ങളിൽ പെടുന്നത് ഏതെന്നാണ്? പക്ഷാഘാതത്തിൻ്റെ അടയാളങ്ങളിൽ പെടുന്നത് അത് പെട്ടെന്നുള്ള കടുത്ത തലവേദനയാണോ, ശരീരത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുകയാണോ, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടാണോ, ഇവയെല്ലാമാണോ? പക്ഷാഘാതത്തിൻ്റെ അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെ അടയാളങ്ങളിൽ പെടുന്നത് പെട്ടെന്നുള്ള തലവേദന ഉണ്ടാവാം, കടുത്ത തലവേദന ഉണ്ടാവാം, ശരീരത്തിൻ്റെ ബാലൻസ് പോകാം, സംസാരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. ഇവയെല്ലാം ആൻസർ ഇവയെല്ലാമാണെന്നാണ് ശരി ഉത്തരം. ഇവ എല്ലാം എന്നറിയുക. ഓക്കെ അല്ലേ? ഇവയെല്ലാം. അടുത്ത, മനുഷ്യ ശരീരത്തിലെ മൊത്തം അസ്ഥികളുടെ എണ്ണം എല്ലാവർക്കും അറിയാം. ആൻസർ 206 ആണ്. ആൻസർ 206. അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, IT ആക്ടിലെ 66F എന്തുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം? ഏതാണ്? സൈബർ ടെററിസം. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ് സൈബർ ടെററിസം. നമുക്ക് ഇതിൻ്റെ സൈബർ ഭീകരത അല്ലേ? നമുക്കറിയാം ജീവപര്യന്തം വരെകൾക്ക് തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് സൈബർ ടെററിസം. അടുത്തത്, കമ്പ്യൂട്ടർ സുരക്ഷ തകർത്ത് മറ്റുള്ളവരുടെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്നവരെ അറിയപ്പെടുന്നത് എന്തെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. ഏതാണ്? ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട സെക്ഷൻ നമുക്കറിയാം. അതിൽ 66മായി ബന്ധപ്പെട്ട കാര്യമാണ് അല്ലെ? കമ്പ്യൂട്ടർ റിലേറ്റഡ് ഓഫൻസ് എന്നൊക്കെ പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ഫയർ സർവീസ് കോളേജ് സ്ഥാപിതമായ വർഷം.
നാഷണൽ ഫയർ സർവീസ് കോളേജ് സ്ഥാപിതമായ വർഷം നമുക്കറിയാം 1956 ആണെന്നറിയാം. 1956 ഓപ്ഷൻ ഡി ആണ്. 1956 ആണ് നാഷണൽ ഫയർ സർവീസ് കോളേജ് സ്ഥാപിതമായ വർഷം. 1956 എന്നറിയുക. 1956. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. കത്താൻ പര്യാപ്തമായ അന്തരീക്ഷ വായുവിൻ്റെ സാന്നിധ്യം നീക്കി തീ അണയ്ക്കുന്ന രീതി അറിയപ്പെടുന്നത്. അപ്പോൾ കത്താൻ പര്യാപ്തമായ അന്തരീക്ഷ വായുവിൻ്റെ സാന്നിധ്യം നീക്കി തീ അണയ്ക്കുന്ന രീതി അറിയപ്പെടുന്നത് ആൻസർ എളുപ്പമാണ്, ശമിപ്പിക്കൽ അല്ലേ? ശമിപ്പിക്കൽ അല്ലേ? കത്താൻ തീ ശമിപ്പിക്കലാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, ശമിപ്പിക്കൽ എന്നറിയുക, ശമിപ്പിക്കൽ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. പദജോടി ബന്ധം കണ്ടെത്തുക. സെറ്ററൈസിൻ എന്ന് പറഞ്ഞാൽ അലർജിക്കും എങ്കിൽ ഡൈജൻ എന്തിനാണെന്നാണ് ചോദിച്ചത്. ആൻസർ എളുപ്പമാണ്, ദ അസിഡിറ്റി ആണ് ആൻസർ. ഓപ്ഷൻ സി അസിഡിറ്റി ആണ് ആൻസർ എന്നറിയുക. അസിഡിറ്റി ആണെന്നറിയുക, അസിഡിറ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ അഗ്നിശമന സേനാ ദിനമായി ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ഏപ്രിൽ 14 ആണെന്നറിയുക. ഏപ്രിൽ 14 അഗ്നിശമന ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ അഗ്നി അല്ലെങ്കിൽ തീ ഉണ്ടാക്കപ്പെടുന്ന രാസപ്രക്രിയ അറിയപ്പെടുന്ന പേര് എളുപ്പമല്ലേ? ജ്വലനമാണ് അല്ലേ? തീ അല്ലെങ്കിൽ അഗ്നി ഉണ്ടാക്കപ്പെടുന്ന രാസപ്രക്രിയ അറിയപ്പെടുന്ന പേര് ജ്വലനം എന്നറിയുക. അടുത്ത ക്വസ്റ്റ്യൻ എൽ പി ജിയുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്ന് വെച്ചാൽ പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നീ വാതകങ്ങളുടെ മിശ്രിതമാണ് എൽ പി ജി. ഇന്ധനത്തിൽ മണം തിരിച്ചറിയുന്നതിന് ചേർക്കുന്ന രാസവസ്തുവാണ് മീഥൈൽ മെർക്കാപ്റ്റൻ. അതുപോലെ തന്നെ എൽ പി ജി നിറമില്ലാത്ത വാതകമാണ്. അപ്പോൾ ഇതിലേതാണ് ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയെന്ന് ചോദിച്ചാൽ ആൻസർ 1ഉം 3ഉം ആണെന്ന് അറിയുക. പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നീ വാതകങ്ങളുടെ മിശ്രിതമാണ് എൽ പി ജി. എളുപ്പമാണ്, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നീ വാതകങ്ങളുടെ മിശ്രിതമാണ് എൽ പി ജി എന്നും എൽ പി ജി നിറമില്ലാത്ത വാതകമാണെന്നും അറിയുക. അത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ന് അറിയുക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ മീഥെയ്ൻ, പ്രൊപ്പൈൻ എന്നിവ ഉൾപ്പെടുന്ന ഫയർ ക്ലാസ് ഏതാണ്? അത് ആൻസർ എല്ലാവർക്കും ഒരു സി ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ്. അതാണ് ഫയർ ക്ലാസ് സി ആണ് ആൻസർ. ഫയർ ക്ലാസ് സി. അതുപോലെ ഒക്ടെയിൻ കത്തിക്കുമ്പോൾ രൂപപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ജലം ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ? H2O ആൻഡ് കാർബൺ ഡൈ CO2. അപ്പോൾ ഒക്ടെയിൻ കത്തിക്കുമ്പോൾ രൂപപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? H2O ആൻഡ് CO2 എന്നറിയുക. H2O ആൻഡ് CO2 ആണ് ഒക്ടെയിൻ കത്തിക്കുമ്പോൾ രൂപപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു അല്ലേ? കുറേ ക്വസ്റ്റ്യൻ എഴുതി പഠിച്ചു, അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഇനിയും വരാൻ സാധ്യതയുണ്ട്, അതൊന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് എത്രയെന്ന് ചോദിച്ചാൽ എളുപ്പമാണ്. ഏതാണ്? 21%. നമുക്കെല്ലാവർക്കും അറിയാം 21% ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ സാന്നിധ്യം 21%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ എ ക്ലാസ് ഫയറിന് അനുയോജ്യമായ അഗ്നിശമന മാധ്യമം ഏതാണ്? അല്ലെങ്കിൽ ഏതെല്ലാമാണ്? അത് ഉണങ്ങിയ പൊടിയാണോ, ജലമാണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, നനഞ്ഞ വസ്തുക്കളാണോ എന്ന് ചോദിച്ചാൽ ജലം ഉണ്ടോ? അവിടെ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 2ഉം 4ഉം ആണ്. അവിടെ വരുന്നു എ ക്ലാസ് ഫയറിന് അനുയോജ്യമായ അഗ്നിശമന മാധ്യമം. നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അനുയോജ്യമല്ലല്ലോ. അപ്പോൾ ഉണങ്ങിയ പൊടിയും ജലവും നനഞ്ഞ രാസവസ്തുക്കളൊക്കെ നമുക്ക് ഇതിനകത്ത് എടുക്കാം. ആൻസർ 1, 2, 4 ആണ് ആൻസർ എന്നറിയുക. 1, 2, 4. അടുത്ത ക്വസ്റ്റ്യൻ അസ്ഥിഭംഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം? അസ്ഥിഭംഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, എന്തെങ്കിലും അസ്ഥിക്ക് പറ്റുന്നൊക്കെ ഒടിവുള്ള ഭാഗത്ത് നീരുണ്ടാകും, ശരിയല്ലേ? ഒടിവുള്ള ഭാഗം ചലിപ്പിക്കാൻ പ്രയാസമുണ്ടായിരിക്കും, ശരിയാണ്. ഒടിവുള്ള ഭാഗത്ത് വേദന ഉണ്ടായിരിക്കും. വളരെ എളുപ്പമാണ് ആൻസർ. ഇവയെല്ലാമെന്നാണ് ശരി ഉത്തരം. ഇവയെല്ലാമാണ് ശരി ഉത്തരം. അടുത്ത ദിവസം നവജാത ശിശുവിൻ്റെ ശ്വസന നിരക്ക് എത്രയെന്ന് ചോദിച്ചാൽ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഇത് കാണാൻ നമുക്ക് പഠിക്കുക. ഓപ്ഷൻ സി ആണ്. 1 മിനിറ്റിൽ 30 മുതൽ 40 തവണയാണ്. 1 മിനിറ്റിൽ 30 മുതൽ 40 തവണയാണ് നവജാത ശിശുവിൻ്റെ ശ്വസന നിരക്ക്. അടുത്ത ക്വസ്റ്റ്യൻ അമോണിയ വാതകവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? അല്ലെ, തെറ്റായ പ്രസ്താവന അമോണിയ വാതകവുമായി ബന്ധപ്പെട്ട്. അവിടെ ഓപ്ഷൻ എ ആണോ? ഒന്ന് നോക്കിയേ. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഏതാണ്? ജലത്തിൽ ലയിക്കില്ല എന്നാണ് ആൻസർ. ഏതാണ്? ജലത്തിൽ ലയിക്കില്ല. ഓക്കെ അല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ എന്നറിയുക. ഓപ്ഷൻ സി ജലത്തിൽ ലയിക്കില്ല. അപ്പോൾ അമോണിയയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ നോക്കി. അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി അല്ലേ? അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് നമ്മൾ കുറച്ച് പ്രീവിയസ് ആയിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പെട്ടെന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം, ശ്രദ്ധിക്കുക. ഓക്കെ, ഫസ്റ്റ്
കാരണം ഇനി പെട്ടെന്ന് നമുക്ക് പറഞ്ഞു ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഹൃദയാഘാതം മൂലമുള്ള നെഞ്ചുവേദന എങ്ങനെ തിരിച്ചറിയാം? ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, ഉറപ്പായിട്ടും ചോദിക്കും. ഹൃദയാഘാതം മൂലമുള്ള നെഞ്ചുവേദന എങ്ങനെ തിരിച്ചറിയാം? അത് എന്താണ്? ഓപ്ഷൻ എ നെഞ്ചിൻ്റെ വലതുവശത്തുള്ള വേദനയാണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? എളുപ്പമാണ് ഓപ്ഷൻ സി. നെഞ്ചിൽ നിന്ന് ഇടത്തെ തോളിലേക്ക് കൈകളിലേക്ക് പടരുന്ന വേദനയാണ് ഹൃദയാഘാതം മൂലമുള്ള നെഞ്ചുവേദന. അറിയാലോ. ഓപ്ഷൻ ബി പെട്ടെന്നുള്ള മരണകാരണം എന്തായിരിക്കാം? അത് ഹൃദയാഘാതമാണ്, അതറിയാം നമുക്ക്. അതുപോലെ മനുഷ്യ ശരീരത്തിലെ മൊത്തം അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206 നമുക്കറിയാം. അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിൽ തടഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഓർത്താൽ എന്തൊക്കെ ചെയ്യാം? ചുമക്കുക, പുറത്ത് തട്ടുക, വാരി എല്ലുകൾക്ക് താഴെ കൈകോർത്ത് പിടിക്കുക. അതുപോലെ മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ എന്താണ്? മുകളിൽ പറഞ്ഞവയെല്ലാം. അതുപോലെ തന്നെ തടസ്സത്തിൻ്റെ കാരണമല്ലാത്തതെന്ന് വെച്ചാൽ വൈദ്യുതാഘാതം, രക്തം ഛർദ്ദിക്കുക, ശ്വാസനാളത്തിലെ തടസ്സം, വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നു പോവുക. ഏതൊക്കെയാണ് ശ്വാസതടത്തിൻ്റെ കാരണമല്ലാത്തതെന്ന് ചോദിച്ചാൽ രക്തം ഛർദ്ദിക്കുക ശ്വാസതടത്തിൻ്റെ കാരണം ആകില്ല. അല്ല, ചോക്കിംഗ് എന്നാൽ എളുപ്പമാണ്. ചോക്കിംഗ് എന്നാൽ എന്താണ്? അതിൽ ഓപ്ഷൻ സി ആണ് കണ്ടോ. മൊത്തമായോ ഭാഗികമായ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന തടസ്സമാണ് ചോക്കിംഗ്. മറക്കരുത്, മൊത്തമായോ ഭാഗികമായ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന തടസ്സം. ഇനി മുറിവിൽ അണുബാധ തടയുന്നതിന് വേണ്ടി ചെയ്യരുതാത്തതെന്ത്? അപ്പോൾ മുറിവിൽ അണുബാധ തടയുന്നതിന് ചെയ്യാൻ പാടില്ലാത്തത് മുറിവ് തിളയ്ക്കുന്ന വെള്ളത്തിൽ കഴുകുക. ഉണ്ടോ? മുറിവ് തിളയ്ക്കുന്ന വെള്ളത്തിൽ കഴുകുക ഒരിക്കലും ചെയ്യരുത്. മുറിവിൽ അണുബാധ തടയുന്നതിന് വേണ്ടി ചെയ്യരുതാത്തതെന്ന് വെച്ചാൽ തിളയ്ക്കുന്ന വെള്ളത്തിൽ എന്ത് ചെയ്യരുത്? കഴുകരുത്. അതുപോലെ രക്തസ്രാവം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ 1ഉം 2ഉം പറയാം. വിശ്രമവും ഉണ്ടാവും, ഉയർത്തുക, അല്ലേ? ആളിനെ ഉയർത്തുക, രക്തസ്രാവം കുറയ്ക്കാം. ഇനി ശക്തമായ രക്തസ്രാവത്തിന് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്തൊക്കെയാണ്? ശക്തമായ രക്തസ്രാവത്തിന് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ. ശക്തമായ രക്തസ്രാവം ഉണ്ടായാൽ എന്ത് ചെയ്യുക? ആ സമ്മർദ്ദത്തിൽ എന്ത് ചെയ്യുക? ബാൻഡേജ് ചെയ്യുക. അവിടെ ഉണ്ടാകുന്ന ഭാഗത്ത് എന്ത് ചെയ്യുക? ബാൻഡേജ് ചെയ്യുക. അതുപോലെ പൊള്ളലിൻ്റെ പ്രാഥമിക ശുശ്രൂഷ എന്ത്? നിലത്തുരുളുക. പൊള്ളലുണ്ടായാൽ എന്ത് ചെയ്യണം? നിലത്തുരുളുക എന്നാണ് ഏറ്റവും വലിയ പ്രാഥമിക ശുശ്രൂഷ. പൊള്ളലുണ്ടായ വ്യക്തിക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? പൊള്ളലുണ്ടായ വ്യക്തിയെ കിടക്കുവാൻ അനുവദിക്കുകയാണ്. ശരി ഉത്തരം. എന്താണ്? പൊള്ളലുണ്ടായ വ്യക്തിയെ എന്ത് ചെയ്യണം? കിടക്കുവാൻ അനുവദിക്കുക. അതാണ് പൊള്ളലുണ്ടായ വ്യക്തിക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ. ഇനി ജ്വലന ത്രികോണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. ജ്വലന ത്രികോണം പ്രകാരം ജ്വലനം നടത്തുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ ചുവടെ ചേർക്കുന്നത് ഏതൊക്കെയാണ്? താപം, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ഇന്ധനം. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഒരിക്കാൻ വരില്ല. 1, 3, 4 ശരിയല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് വരില്ല. അന്തരീക്ഷവായുവിൽ ഓക്സിജൻ്റെ അളവ് 25%. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, അല്ലേ? ഇതൊക്കെ പഠിച്ചതാണ്. ഇനി LPG ഇന്ധനത്തിൽ മണം തിരിച്ചറിഞ്ഞതിന് ചേർക്കുന്ന രാസവസ്തുവിൻ്റെ പേര് ഈഥയിൽ മെർക്കപ്റ്റൻ. പഠിച്ചതാണ്. ഈഥയിൽ മെർക്കപ്റ്റൻ പഠിച്ചതാണ്. താഴെ പറയുന്നവയിൽ വാതക സാന്ദ്രത, വേപ്പർ ഡെൻസിറ്റി കൂടിയ പദാർത്ഥമാണ് LPG എന്നറിയുക. താഴെ പറയുന്നവയിൽ വേപ്പർ ഡെൻസിറ്റി കൂടിയ പദാർത്ഥമാണ് LPG. അതുപോലെ ജ്വലനത്തിന് കാരണമായ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി അഗ്നിശമനം നടത്തുന്നതിനായി അവലംബിക്കുന്ന മാർഗങ്ങളിൽ എന്താണ് ചുവടെ ചേർക്കുന്നതിൽ ശരിയായവയേത്? അപ്പോൾ ജ്വലനത്തിന് കാരണമായ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി അഗ്നിശമനം നടത്തുന്നതിനായി അവലംബിക്കുന്ന മാർഗങ്ങളിൽ ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ് ശരി എന്ന് ചോദിച്ചാൽ ആൻസർ മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ഏതൊക്കെയാണ്? സ്റ്റാർവേഷൻ, സ്മൂത്തറിങ്, അതുപോലെ തന്നെ കൂളിംഗ് എല്ലാം വരും. ഓർമ്മിക്കുക, ഇതെല്ലാം ഓർമ്മിക്കുക. അടുത്തത് നാഷണൽ ഫയർ സർവീസ് കോളേജിൻ്റെ ആസ്ഥാനം എവിടെയാണ് ചോദിച്ചാൽ എവിടെയാണ്? അത് ആൻസർ നാഗ്പൂരാണ്. ഓപ്ഷൻ ഡി, നാഗ്പൂർ. നാഷണൽ സർവീസ് കോളേജിൻ്റെ ആസ്ഥാനം നാഗ്പൂരാണെന്ന് അറിയാം. ദേശീയ അഗ്നിരക്ഷാ ദിനാചരണം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ അത് ബോംബെ വിക്ടോറിയ തുറമുഖത്തെ അപകടവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ദേശീയ അഗ്നിരക്ഷാ ദിനാചരണം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ ബോംബെ വിക്ടോറിയ തുറമുഖത്തെ അപകടം. അതുപോലെ അഗ്നിശമനത്തിനായി ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡർ, അല്ലേ? ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷറുകളിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ ചുവടെ ചേർക്കുന്നത് ഏതൊക്കെയാണ്? അപ്പോൾ ഡ്രൈ കെമിക്കൽ പൗഡർ എന്തൊക്കെയായിട്ട് ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ നോക്കിയേ. സോഡിയം ബൈകാർബണേറ്റ് ആണോ? മഗ്നീഷ്യം സ്റ്റിയറേറ്റ് ആണോ? ഡ്രൈ കാൽഷ്യം ആണോ? അതുപോലെ മഗ്നീഷ്യം കാർബണേറ്റ് ഫോസ്ഫേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ എല്ലാം വരുന്നുണ്ട്. ആൻസർ ഓർമ്മിക്കുക, ഇവയെല്ലാം. പ്രഥമ ശുശ്രൂഷയുടെ തത്വങ്ങളിൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചാൽ വളരെ പെട്ടെന്നും ശാന്തതയോടും കൂടി പ്രവർത്തിക്കുക, വളരെ പതുക്കെയും ശാന്തതയോടും കൂടി പ്രവർത്തിക്കുക, അത്യാഹിതമുണ്ടായ വ്യക്തിയോടൊപ്പം നിൽക്കുക, അതുപോലെ അത്യാഹിതമുണ്ടായ വ്യക്തിയെ ധൃതിയിലും സങ്കടത്തോടും കൈകാര്യം ചെയ്യരുത്. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ ഓപ്ഷൻ ബി ആണ് ശരി. ഉണ്ടോ? ശരി എന്താ വെച്ചാൽ പ്രസ്താവനയിൽ പെടാത്തത് എന്നാണ്. വളരെ പതുക്കെയും ശാന്തതയോടും കൂടി പ്രവർത്തിക്കുക. വളരെ പതുക്കെ അല്ലല്ലോ, ഇത് വളരെ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ.
അസ്ഥി ഒടിവിൻ്റെ ലക്ഷണം നമുക്ക് പറഞ്ഞു, ഒടിവുള്ള ഭാഗത്ത് നീരുണ്ടാകും, ഓക്കെ. ഒടിവുള്ള ഭാഗം ചലിപ്പിക്കാൻ പ്രയാസമുണ്ടായിരിക്കും, ഓക്കെ. ഒടിവുള്ള ഭാഗത്ത് വേദന ഉണ്ടായിരിക്കും, ഓക്കെ. ഒടിവുള്ള ഭാഗത്ത് തൊലിയിൽ തീർച്ചയായും മുറിവുണ്ട്. ഒടിവിൻ്റെ ഭാഗത്ത് തൊലിയിൽ ഒരിക്കലും മുറിവൊന്നും ഉണ്ടാകില്ല, അല്ലേ. ഒടിവിൻ്റെ ഇതിൽ മുറിവുമായിട്ട് ബന്ധപ്പെട്ടില്ല. അടുത്ത, അണലി വിഷം ശരീരത്തിൽ എങ്ങനെ ബാധിക്കുന്നു, എവിടെ ബാധിക്കുന്നു? അണലി വിഷം ബാധിക്കുന്നത് രക്തക്കുഴലുകളെ എന്നറിയാം. പാമ്പ് കടിയേറ്റതിൻ്റെ ഒരു ലക്ഷണമാണ് എന്താണ്? ഒരു ജോഡി ചെറിയ മുറിവുണ്ടാകാം, അല്ലെങ്കിൽ പനി, വിശപ്പ്, ദാഹം. ഒരു ജോഡി ചെറിയ മുറിവാണ് പാമ്പ് കടിയേറ്റതിൻ്റെ ഒരു ലക്ഷണം. ഷോക്കിൻ്റെ രോഗലക്ഷണമല്ലാത്തത് ചോദിച്ചാൽ അമിത നാഡീസ്പന്ദനം, അപസ്മാരം, മുഖത്തുള്ള വിളർച്ച, ശ്വാസമുട്ടൽ. അത് അപസ്മാരമാണ്. ഷോക്കിൻ്റെ രോഗലക്ഷണമല്ലാത്ത അപസ്മാരം. CPRൻ്റെ പൂർണ്ണരൂപം പഠിച്ചു, എന്താണ്? കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. ഇതൊക്കെ നമ്മൾ ആദ്യം പഠിപ്പിച്ചതാണെന്ന് അറിയുക നിങ്ങൾ, ഇതൊക്കെ നമ്മൾ ആദ്യം പഠിച്ചതാണ്. അപ്പോൾ എന്താണ്, ഇതൊക്കെ നിങ്ങൾ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുക, ഇതിൽ എത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ 100ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു. നമ്മുടെ കണ്ടന്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരും. കണ്ടന്റ് പഠിച്ചിട്ടേ ഇത് കാണാവൂ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്തുകൊണ്ട് പോകാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ് ആകും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം തീർച്ചയായിട്ടും ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ഇത് കണ്ടിട്ട് എക്സാമിന് പോകാവൂ. ഓക്കെ, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.